ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടും തെരണ്ടിക്കറി കണ്ടോ ഇന്നത്തെ പേര്. ഇത് അരിപ്പൊടി പാക്കറ്റ് ഡബിൾ ഹോഴ്സിൻ്റെ വാങ്ങിച്ചാണ്ടാ. അത് ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരത്തെ നനച്ച് വെക്കണം. അത് നല്ലപോലെ സോഫ്റ്റ് കിട്ടും. ഞങ്ങൾക്കിവിടെ അരിയൊന്നും കഴുകി പൊടിപ്പിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അത് കാരണം പൊടിയാണ് വാങ്ങിക്കണം. 5 കിലോത്തിൻ്റെ പാക്കറ്റ് പൊടിയാണ്. ഇന്നലെ മേടിച്ച വറുത്തരച്ച് വെച്ച തെരണ്ടിക്കറി ആണ്ട. തെരണ്ടിക്കറി ചിരട്ടപ്പുട്ടും നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. നിങ്ങൾക്ക് എന്ത് വിശേഷങ്ങൾ? ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സുഖം. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും മോളുടെ ഭർത്താവും ഒരു കുട്ടി. മോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല. ഞങ്ങളിത് സ്വന്തം ഫ്ലാറ്റല്ല കേട്ടോ, ഞങ്ങളിത് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. എൻ്റെ ഫാമിലിനെ കാണിക്കാന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും രാവിലെ 8:30 പോകും, രാത്രി 9 മണിയാകുമ്പോൾ വരും. അത് കാരണം ആരെയും കാണിക്കാൻ പറ്റില്ല. അറിയണവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ ഫാമിലി എന്തൊക്കെയായിരുന്നത്. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തം വീട് വാങ്ങണം. അതൊക്കെ ഒരു സമയം. നിങ്ങൾക്കൊക്കെ എന്തായാലും നല്ല സുഖമല്ലേ വിശേഷമൊക്കെ? രാവിലെ എല്ലാവരും ജോലിക്ക് പോണ തിരക്കാണ്. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് വരാൻ പ്രാർത്ഥിക്കട്ടോ. പിന്നെ ഒക്ടോബർ 30 എൻ്റെ ബർത്ത്ഡേന്ന്. എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ, മറന്നു പോരുതട്ടോ. അങ്ങനെ ആരും വിഷ് ചെയ്യാറൊന്നുമില്ല ബർത്ത്ഡേക്ക് ഒന്നും. ചെറിയ കുട്ടികളെയൊക്കെ എല്ലാവരും വിഷ് ചെയ്യണം. പ്രായമായ ആരും അങ്ങനെ വിഷ് ചെയ്യണത് എനിക്കറിയാൻ വിഷാവും ഇഷ്ടം അങ്ങനെ ഒന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്യണം. എനിക്കൊരു സന്തോഷമല്ലേ ഈ പ്രായത്തിലൊക്കെ നമ്മളെ ആൾക്കാർ വിഷ് ചെയ്യുമ്പോൾ. ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. കട്ടൻ ചായ ആരും മറന്നു പോയത്. എല്ലാവരും എനിക്ക് വിഷ് ചെയ്യണേ. ചിരട്ടപ്പുട്ട് റെഡിയായി. ഇപ്പം അല്ലേ ചിരട്ടപ്പുട്ട്. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കും. നമ്മൾ ചിരട്ടയിൽ ഹോളിട്ടിട്ട്. ഇപ്പൊ ഹോട്ടലിലൊക്കെ ഒരുപാട് ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങൾ പുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞ് കലം എടുത്തിട്ട് നല്ല കോട്ടൺ തുണി, നല്ല തുണിയെടുത്ത് കഴുകി വാഷ് ചെയ്ത തുണി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ചുറ്റി കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് തേങ്ങാപ്പീരിയും പുട്ടുപൊടിയും കൂടെ വെച്ചിട്ട് ആവിയിൽ അത് വേവിച്ചെടുക്കും. പിന്നെ കുറെ നാളെ കഴിഞ്ഞപ്പോൾ ചിരട്ടയിൽ ഹോളിട്ടിട്ട് ചിരട്ടപ്പുട്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അല്ലേ പണ്ടത്തെ കാലങ്ങളിൽ. അന്ന് എന്താണ് ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പുട്ടും കറിയൊന്നല്ല, മറ്റേ നമ്മുടെ കപ്പയില്ലേ, ഉണക്കക്കപ്പ. അത് ഉണക്കക്കപ്പ വാങ്ങിച്ച് രാത്രി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ അത് തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് അമ്മ ഒരു ഉപ്പേരി പോലെ, അന്ന് അങ്ങനെ ഉപ്പേരി ഒരൊത്തി അങ്ങനെ എടുക്കും. അതും കട്ടൻ ചായ. ചില സമയങ്ങളിൽ പുട്ടോ ഗോതമ്പൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഗോതമ്പ് ദോശ അങ്ങനെയാണ്. മിക്കപ്പോഴും ഞങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ചായക്ക്. രാവിലെ കടല വെള്ളത്തിയത്. ഇപ്പോഴുള്ള പിള്ളേർ കഴിക്കും അല്ലേ, കടല വെള്ളത്തിയതും കട്ടൻ ചായ. ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി ഇരുന്നത്. ഇപ്പോഴുള്ള പിള്ളേർക്ക് കടല വെള്ളത്തിയൊക്കെ കൊടുത്ത ചായ കുടിച്ച് സ്കൂളിൽ പോയില്ല.
ദോശ, പുട്ട്, മസാല ദോശ, പൊറോട്ടയൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. പണ്ട് അങ്ങനെയൊക്കെ തിന്നാം. കപ്പ പുഴുങ്ങിയത്, കപ്പ ഉലർത്തിയതും കട്ടൻ ചായയും അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയത്. ഉച്ചക്ക് ഞാൻ പഠിച്ചത് ടി.ഡി സ്കൂളിലാണ് കേട്ടോ. 1 തൊട്ട് 4 വരെ ഞാൻ നസ്രത്ത് സ്കൂളിൽ ഞാൻ പഠിച്ചത്. ക്രിസ്ത്യൻ സ്കൂളാണ്. നല്ല സ്കൂളായിരുന്നു. 4 വരെ ഉള്ളൂ. ആ കുട്ടിക്കാലൊക്കെ ഒരു ഭയങ്കര ഓർമ്മയുണ്ടാ. എന്താന്ന് വെച്ചാല് അന്ന് നമ്മുടെ രാവിലത്തെ പ്രാർത്ഥന ഇല്ലല്ലോ. പ്രാർത്ഥനക്ക് ഞാനാ മുമ്പന്തിയില്. കാരണം പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പ്രാർത്ഥന ഞാനാണ് എപ്പോഴും. വേറെ കുട്ടികളൊക്കെ ഓരോരുത്തരെ മാറ്റി മാറ്റി ഇരുത്തണമല്ലോ. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ടീച്ചറെ ഞാൻ നിൽക്കട്ടെ, ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ. ഞാനങ്ങനെ 1 തൊട്ട് 4 വരെ അവിടെ ആണ് പഠിച്ചത്. തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പൊ ഈ പള്ളി സ്കൂളിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം കൊടുക്കും. എന്താണെന്ന് എനിക്ക് ഇപ്പൊ കറക്റ്റ് അറിയില്ല. ഒരു റൗണ്ട് സാധനമായിട്ട് ക്രിസ്ത്യൻസിനൊക്കെ അറിയാൻ പറ്റും. പോസ്റ്റിനാ എന്തോ അത് അവർക്ക് ഇങ്ങനെ കൊടുക്കണേണ്. അപ്പൊ അവരിങ്ങനെ സ്കൂളുള്ള സമയം, ഇന്റർവെൽ സമയത്തൊക്കെ ആയിരിക്കും ഈ പള്ളിയിൽ തുടക്കം. അപ്പൊ ഇങ്ങനെ വലിയൊരു കുട്ടികളൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിക്കും. അപ്പൊ എനിക്കറിയില്ല കേട്ടോ. ഞാനും പോയി മുട്ടുകുത്തി നിന്നിട്ട് പോയി നിന്ന് എത്താറാകുമ്പോ അച്ഛന് മനസ്സിലായി. അച്ഛനെ എന്നെ എപ്പോഴും എല്ലാ ദിവസവും കാണണല്ലോ. കൊച്ചച്ഛനായിരുന്നു. അപ്പൊ സ്കൂളിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ അങ്ങനെ കാണുന്നു. അപ്പൊ എന്നാ മുട്ടൂത്തി നിന്നിട്ട് അച്ഛൻ പറയും, ഞാനിങ്ങനെ ആരെങ്കിലും ഷോളൊക്കെ മേടിച്ചിട്ട് ഇട്ടിട്ട് അച്ഛനോട് ഷോൾ പറ്റാ നിനക്ക് ഇത് സ്ഥിരം. ഞാൻ സ്ഥിരം എനിക്ക് ഇത് തന്നെ ഉണ്ടോ പരിപാടി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി. അതിപ്പോ ക്ലാസ്സിൽ പോയിരിക്കും ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറയുന്നത്. മിക്കപ്പോഴും അച്ഛൻ അങ്ങനെ പോയി പറ്റിക്കാറുണ്ട്. പിന്നെ മേടയിലൊക്കെ ചെല്ലും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ തരും തിന്നാനൊക്കെ. അച്ഛനൊക്കെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണ്ട. ആ ഒരു കുട്ടിക്കാലൊക്കെ അല്ലേ ഭയങ്കര ഒരു. ഇന്നത്തെ മക്കൾക്ക് അതൊക്കെ ഉണ്ടല്ലേ. അന്ന് പീഡനമില്ല, ആരും കയറി പിടിക്കൂല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ചത് ഞാനൊരു വെകിളിയാണ്. വെകിളി എന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ 31st ഒക്കെ ആകുമ്പോ പപ്പാഞ്ഞിനെ വേഷം കിട്ടാൻ പോകും. പിന്നെ രാത്രിയൊക്കെ എല്ലായിടത്തും ഡാൻസ് കളിക്കാൻ പോകും. അമ്മ പറയണത് ഒന്നും കേൾക്കൂല. അച്ഛനാണ് എനിക്കിഷ്ടം. ഞാൻ 2ാമത്തെ മോളാണ്. ഞങ്ങൾ 4 പേരാ. 2 പെണ്ണും 2 ആണും. അങ്ങനെ ഞാൻ രാത്രിയൊക്കെ ഇങ്ങനെ പോവും. അപ്പൊ അമ്മ പെങ്കൊച്ചല്ലേ, അപ്പൊ ഇങ്ങനെ പോണത് ശരിയല്ല. എന്നിട്ട് അമ്മേനെ കാണാതെ പോവും. എന്നിട്ട് വീട്ടിലും വന്ന് കളിക്കുമ്പോ ഡാൻസ് ഒക്കെ കളിക്കും. വേഷമൊക്കെ ഇട്ട്. അറിയില്ലല്ലോ. 12 മണി 1 മണിക്കൊക്കെ കയറി വരുന്ന ദിവസങ്ങളുണ്ട്. ഈ 31st കളിക്കാൻ വേണ്ടി പൈസയും കിട്ടും. എനിക്ക് കുറച്ച് കൂട്ടുകാരികളുണ്ട്. അവരൊക്കെ ആയിട്ട് പോയി കളിക്കും. കാശൊക്കെ കിട്ടിക്കഴിയുമ്പോ പങ്കിട്ടൊക്കെ അങ്ങനെ എടുക്കും. ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കൂളിൽ പോവില്ല. സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ എന്റെ മൈൻഡ് മുഴുവൻ ഡാൻസും. പഠിച്ചത് കുറവാണ്. സ്കൂളിലൊന്നും മര്യാദക്ക് അറ്റൻഡ് ചെയ്യില്ല. പിന്നെ മര്യാദക്ക് അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റ് മുഴുവൻ ഞങ്ങൾ ഒരു ബുക്കിലാണ് എഴുതുന്നത്. കാരണം വാങ്ങാൻ കാശില്ല അന്നത്തെ സമയത്ത്. അതൊക്കെ ഇപ്പത്തെ മക്കളോട് പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കാം അല്ലേ. പിന്നെ ഞാൻ ടി.ഡി സ്കൂളിൽ 4 കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ ടി.ഡി സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ആദ്യം. എൻ്റെ അച്ഛൻ സ്കൂളൊക്കെ പേടിയാ കയറാനൊക്കെ. അവിടെ കൊണ്ടാക്കി എൻ്റെ സർട്ടിഫിക്കറ്റിൽ പുള്ളിയുടെ പേരാ. പിന്നെ 2ാമത് തിരുത്തി ശരിയാക്കിയതാ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കി. സ്കൂളിലെ ഒരു പഠിത്തം എന്നൊക്കെ പറഞ്ഞാല് യൂണിഫോം ഇല്ല. യൂണിഫോം കളർ ഡ്രസ്സ്. അന്നാണ് നമുക്ക് അങ്ങനെ കളർ ഡ്രസ്സും ഇല്ല. അത് പറയുന്നത് വിഷമമുണ്ട് നമുക്ക്. ആ കുട്ടിക്കാലത്തെ കളർ ഡ്രസ്സ് ഇല്ല. കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പോണ. യൂണിഫോം ഇല്ല. ഒരു 7ാം ക്ലാസ് വരെ കളർ ഡ്രസ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞ ശേഷം കൊണ്ടാണ് യൂണിഫോം ആക്കിയത്. അതിനു മുമ്പ് ടി.ഡി സ്കൂളിൽ തിരുമല ദേവസ്വം സ്കൂളാണ് മട്ടാഞ്ചേരി. അപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് ഇട്ടേണ്ട. അപ്പൊ ഗോണീസ് കുട്ടികൾ ഒത്തിരി പേരുണ്ട്. അവര് രാവിലെ അമ്പലത്തിൽ നിന്ന് പൂവൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് ഡെയിലി ഡ്രസ്സ് ഇട്ട് വരും. തരത്തിനേരം ഡ്രസ്സ് ഇട്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്കിത് ഞാൻ ചിലപ്പോ ഒരു ഡ്രസ്സ് 2 ദിവസം ഇടും. അപ്പൊ അത് ബ്ലൗസും പാവാടയും ഒരേപോലത്തെ ഇരിക്കും. നമ്മൾ തുണി വാങ്ങിച്ചിട്ട് തയ്ക്കണതാണത്. ഒരേപോലത്തെ അടിച്ചിട്ടുള്ളത്. നമുക്കും അറിയില്ല ഡ്രസ്സിനെ പറ്റിയുള്ള ഒരു ഇതൊന്നും ആ പ്രായത്തിലൊന്നും അറിയാം. ഇപ്പോഴേക്കല്ലേ മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇത്. അങ്ങനെ ആയി 7ാം ക്ലാസ് ആയപ്പോ പഠിത്തം നിർത്തി. പിന്നെ പഠിക്കാൻ അപ്പൊ ഈ പഠിക്കാൻ പോണത് എങ്ങനെയാ, ഒരു ബുക്കിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? മലയാളം, സയൻസ്, കണക്ക്, ഫസ്റ്റ് സെക്കൻഡും, ഊർജേന്ദ്രൻ, രസേന്ദ്രൻ, ജീവശാസ്ത്രം. ഒരു 100 പേജിന്റെ ബുക്ക് മേടിച്ച് സ്കൂളിൽ കൊണ്ടുപോയാ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ ബുക്കിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവും. പിറ്റേ ദിവസം ഒരു ബുക്ക് മേടിക്കണമെങ്കിൽ അച്ഛന് അതിനുള്ള വരുമാനമൊന്നുമില്ല. ഇത് നമ്മള് സാധാരണ ഇപ്പോഴും അങ്ങനെയൊക്കെ തേടാ. ഒരു
സാധാരണ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ. ഒരു മാറ്റമൊന്നും അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്, ഇല്ലാന്നില്ല. അങ്ങനെ ഒരുപാട് മാറ്റമൊന്നും വന്നില്ല. പിന്നെ ആരും അറിയിക്കുന്നില്ല. എന്തിനാണ് നമ്മൾ അറിയിക്കുക? നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ പബ്ലിസിറ്റി ചെയ്ത് അത് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ രീതിയിലേ നമ്മളെ കാണുള്ളൂ. അത് കാരണം പറയാതിരിക്കുക. സങ്കടം വരുമ്പോൾ ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്യും. പക്ഷെ ആ ഷെയർ ചെയ്ത് കഴിഞ്ഞാലില്ലേ ഇനി നമ്മളാ ഒരു വൃത്തിയട്ട കണ്ണോടെ കാണുള്ളൂ. അവരൊന്നും ഇല്ലാത്തവരാ, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. എനിക്ക് ഉണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നിഷ എന്നത്. അവർ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ്. ഒരു വർഷം കഴിയുമ്പോൾ പോകും. അവരാണ് എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നത്. അപ്പൊ അന്ന് ഞാൻ ചെരുപ്പിടാണ്ടാണ് ഡി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. ചെരുപ്പിടൂല. അന്ന് 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞാൻ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ടി ഡി സ്കൂളിൽ നിന്ന് പാണ്ടിക്കൂടി സ്റ്റാച്ചുവിന്റെ അവിടെ വരെ വന്നിട്ട് ചോറുന്നിട്ട് പോവാം. അപ്പോഴേ ആകുള്ളൂ പാവ അമ്മ അതൊക്കെ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത്. മത്തിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണം. മത്തി മേടിച്ച് കറിയിച്ച് പാവട്ടെ അമ്മ. അത് ഇല്ലാണ്ട് നമ്മളതിൻ്റെ വിഷമം ഉള്ളപ്പോൾ നമ്മൾ അവർ പറയണൊക്കെ ദേഷ്യം വരും. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ മക്കളോട് എന്തെങ്കിലും പറയുമ്പോ അവർക്ക് ദേഷ്യമാണ്. ഈ അമ്മക്ക് എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. കാരണം നമ്മൾ പറഞ്ഞപ്പോ ഞാൻ ഓർക്കും പാവം അമ്മനെ അങ്ങനെ വഴക്കല്ല. അമ്മ എന്റെ ഇഷ്ടത്തിന് എന്നെ വിടില്ല. എനിക്കിങ്ങനെ അവിടെ കയറി പേരമരത്തിൽ കയറി ചാടി ഇങ്ങനെ നടക്കണം. ഉലകം ചുറ്റി അഞ്ചിയാറെന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ നടക്കണം. എനിക്ക് അതാ ഇഷ്ടം. എനിക്കിങ്ങനെ ഇപ്പോഴും അതെ കേട്ടോ, അടച്ചു പൂട്ടിയിരിക്കും. ഞാൻ എല്ലാവരോടും മിണ്ടും. വഴി പോകുന്ന നമുക്ക് മനസ്സിന് ഇഷ്ടം തോന്നി ഒന്ന് കണ്ടു ചിരിച്ച, പിന്നെ മോശമായ രീതിയിൽ അവളോട് സംസാരിച്ച ആൾക്കാരോട് പിന്നെ മൂത്തിട്ട് നോക്കലും മിണ്ടില്ല. എല്ലാരോടും അതുപോലെ മോള് പറയും കാണുന്ന പട്ടീനോടും പൂച്ചനോടും. അങ്ങനെയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നിപ്പോ ഞാനിങ്ങനെ നിങ്ങളുടെ ലൈവിൽ നിന്ന് സംസാരിക്കും, നാളെ ഞാൻ ഉണ്ടാവുമെന്ന് നല്ല ഉറപ്പുണ്ടാവില്ല. അതൊക്കെ ദൈവത്തിന്റെ കാര്യമാണ്. അങ്ങനെ 7ാം ക്ലാസ് വരെ ഈ ചെരുപ്പും ഇല്ല. ഈ ഒരു ബുക്കിൽ എഴുതി പിന്നെ ഞങ്ങൾ പഠിക്കാം. പക്ഷെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കും. ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒരുവിധം ഞങ്ങൾക്ക് മാത്രം ഇച്ചിരി മോശം അവസ്ഥ. അച്ഛന് ഇച്ചിരി ബാർ ഷോപ്പാണ്. അപ്പൊ ബിയർ വെള്ളമടിക്കുന്ന മെയിൻ ആളാണ്. അപ്പൊ നോക്കോട്ടെ, ഞങ്ങളില്ലെന്നില്ല. പക്ഷെ നല്ല സ്നേഹമാണ്. ഭക്ഷണം കുറവാണെങ്കിലും നല്ല സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും 2 അനിയന്മാരും ചേച്ചി ഞാനും ചേരൂല. അങ്ങനെ ചേച്ചിയുടെ കാര്യം പറയുന്നു. ചേച്ചിയൊരു വല്ലാത്തൊരു കാര്യം. ചേച്ചിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തെണ്ടികളൊക്കെ തോന്നും. പിന്നെ വിശന്ന അവിടെ നിന്നൊക്കെ പോയി വാങ്ങിയൊക്കെ പിടിക്കും. വിശക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ തരും. വിശന്ന ആര് തന്നാലും കഴിക്കും. അതൊന്നും ചേച്ചി അങ്ങനെ ഒരാളിനെ വാങ്ങിയൊന്നും കഴിക്കുന്ന ഒരു ഇതല്ല. 2 അനിയന്മാർ, ഒരു ചെറുതുങ്ങള്. അപ്പൊ 7ാം ക്ലാസ് ആയപ്പോ എന്റെ കോളേജ് വളരെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രസ്സിൽ ജോലിക്ക് പോയിട്ടാണ് തിങ്കൾ തൊട്ട് ശനി വരെ പണിയെടുക്കുന്ന കാശ് വീട്ടിൽ റേഷൻ വാങ്ങിക്കണം. അന്ന് റേഷനാണല്ലോ. പിന്നെ എന്നെ വീഡിയോ കുറവായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു കുടുംബവിശേഷം പറയാം. അപ്പൊ അന്ന് തിങ്കൾ തൊട്ട് ശനി വരെ പണിയെടുക്കുന്ന കാശ് വീട്ടിൽ റേഷൻ വാങ്ങിക്കാൻ കൊടുക്കും. ഞായറാഴ്ച ഒരു ദിവസം എക്സ്ട്രാ പണിയുണ്ടാവും. ആ പോണ കാശിനാണ് ഞാൻ എനിക്കുള്ള ഡ്രസ്സ്. അന്ന് പട്ടുപാവാടയും ബ്ലൗസും. അങ്ങനെ ഞാൻ പണിക്ക് പോയി ഒരുപാട് പട്ടുപാവാട ബ്ലൗസ്. വീട്ടില് അമ്മനെ അച്ഛനും പണ്ടല്ല, അവരുടെ കഴിവനുസരിച്ച് നമുക്ക് വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ പട്ടുപാവാട ബ്ലൗസും ഡ്രസ്സും ഒക്കെ ചെരുപ്പൊക്കെ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇട്ട ചെരുപ്പ് എന്താണ് ലൂണാറില്ലേ, ലൂണാറിന്റെ ചെരുപ്പാണ് ഞാൻ ഫസ്റ്റ്. അന്നത് ഇട്ട ഷൂ ഇട്ട പോലെയാണ്. ആ സമയത്തൊക്കെ ആ ചെരുപ്പ് ഭയങ്കര ഫേമസ്. പല പല കളർ ഉണ്ടായിരുന്നു. അത് നല്ല നല്ല കളറായി. കഴുക്കൊക്കെ വന്നാല് നമുക്ക് തേച്ച് കഴിയും നല്ല വൃത്തിയായിട്ട് കാലൊക്കെ വൃത്തിക്ക് നടക്കാം. അപ്പൊ അങ്ങനത്തെ അത് ഫസ്റ്റ് ഇട്ട ചെരുപ്പാണ്ട ലൂണാറിന്റെ ചെരുപ്പ്. അന്ന് 45 35 എന്തോ ഉള്ളു ആ ചെരുപ്പിന്. കൂടി അന്നേരം 50 രൂപ, അതിലപ്പുറം പോകില്ല. അപ്പൊ ഞായറാഴ്ച പണിയെടുക്കുന്ന കാശിനാണ്. പിന്നെ എന്റെ കൂടെ വരുന്ന പ്രസ്സിൽ വരുന്ന കുട്ടികളൊക്കെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും. അങ്ങനെ പിന്നെ സൺഡേ ഞാൻ മിക്കപ്പോഴും സൺഡേ വർക്ക് ഉണ്ടാവും. അങ്ങനെ ഞായറാഴ്ച പണിയെടുത്ത് ഞാൻ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം. ഇപ്പൊ ഉള്ളവർക്ക് അങ്ങനത്തെ വല്ല കുട്ടിക്കാലം ഉണ്ട്. പിന്നെ ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ ലൈഫിൽ. ഇപ്പൊ ഉള്ള കുട്ടികളുടെ എന്തെങ്കിലും ചോദിച്ചാൽ അറിയാം, കളിക്കാൻ പോകും. ഒന്നും അറിയില്ല കുട്ടികൾ. അന്ന് നമ്മൾ പറമ്പിൽ കളിക്കാൻ പോകും. അപ്പൊ ആ കുട്ടിക്കാലമൊക്കെ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ തട്ടിക്കുടങ്ങും. എല്ലാവരും ഓർക്കൂലേ എൻ്റെ കുട്ടിക്കാലമൊക്കെ ഇതായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ പുട്ട്, ദോശ, ചപ്പാത്തി, ഇടിയപ്പം, മീൻകറി, ചോറ്. അന്ന് കഞ്ഞി, ചോറ്. അന്ന് മീൻകറി വയ്ക്കും. പിന്നെ മത്തി അന്നൊക്കെ വില 50 ദിവസം 1 രൂപ കൊടുത്താൽ 50 ദിവസം ഒരു പങ്ക് മീനൊക്കെ. അപ്പൊ 1 രൂപ ഉണ്ടെങ്കിൽ മീൻ മേടിച്ചൊക്കെ എന്നിട്ട് ഞങ്ങളെല്ലാവരും കളിയാക്കോട്ടാ. അതൊക്കെ ഒരുപാട് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം. മത്തി മേടിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ പരിസരത്ത് താമസിക്കുന്നത്. അവരൊക്കെ ഇത്തിരി DLB ജോലിക്കാര്, ബാങ്ക് ജോലിക്കാരല്ല DLB ജോലിക്കാരൊക്കെ ഇച്ചിരി ഇതാണ്.
വല്യമ്മയൊക്കെ ഇച്ചിരി ഇതാണ്, പറയാൻ പാടില്ല, മരിച്ചു പോയി, കുറ്റം പറയരുത്. പക്ഷെ ഞങ്ങളെന്നെ സ്നേഹിച്ചിട്ടില്ല കേട്ടോ അവര്. അതാണ് ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അവരെ, തുറന്ന് പറയാം, ഇഷ്ടമല്ല എനിക്ക്. അപ്പൊ അവര് പറയില്ലേ ഇന്നും മത്തി മേടിച്ച് കറി വെച്ച് പുഴുങ്ങണേന്ന് പറയും. അപ്പൊ എന്റെ മൂത്ത വലിയച്ഛനുണ്ട്, മൂത്ത വലിയച്ഛന് ചേട്ടനുണ്ട്, അതിൽ 3 ആണും 2 പെണ്ണുമാണ് കേട്ടോ. അതില് ആ ചേട്ടനും മരിച്ചുപോയി, രണ്ടാമത്തെ ചേട്ടനും മരിച്ചുപോയി, വലിയച്ഛനും വല്യമ്മയൊക്കെ മരിച്ചുപോയി. ആ രണ്ടാമത്തെ ചേട്ടന് ദേഷ്യം വരും, പുള്ളി ഇത് കുടിക്കണേ, കല്യാണം എന്ന് പറയാം, ചെറുപ്രായമുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ പുള്ളിക്കാരനാണ്, ഞങ്ങൾ അണ്ണാന്ന് വിളിക്കാറ് ഞങ്ങളുടെ ഇതില്. അപ്പൊ പുള്ളിക്കാരൻ പറയും നിങ്ങൾക്ക് എന്താ, അവര് വെച്ച് കഴിക്കട്ടെ, അവരുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് ചീത്ത പറയും. അതൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാരൻ. അപ്പൊ എല്ലാവർക്കും മുഷിഞ്ഞു, എല്ലാവരും വീഡിയോ കാണുക. അപ്പൊ നമുക്ക് ചിരട്ടപ്പുട്ടും മീൻകറി. നമുക്ക് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇതാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ഒരു കപ്പ് ഇന്നലെ കിട്ടിയതാണ് മോക്ക് ജോലി സ്ഥലത്ത്. അപ്പൊ എൻ്റെ മോള് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, മരുമോനും കൊച്ചു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ നമ്മള് ഒരു ബസ് കൂടെ തിരിഞ്ഞു നോക്കുമ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട്, ഒരു പ്രായമായ ഒരു അച്ഛനും ഒരു 2 കുട്ടികളും ഉണക്ക ചപ്പാത്തിയും പച്ചമുളക് കൂട്ടി കഴിക്കുന്നത്. അത് കണ്ടപ്പോ ഇച്ചിരി നേരം നോക്കിയുള്ളൂ ഞാൻ. മക്കൾക്ക് വെച്ചുള്ള നീളമുള്ള ഒരു പച്ചമുളകും ഉണക്ക ചപ്പാത്തിയും കൂടെ കടിച്ച് തിന്നണ ആ സീൻ കണ്ടപ്പോ ഇച്ചിരി നേരം നോക്കിയുള്ളൂ, മനസ്സ് ഭയങ്കരമായിട്ട്. ഇന്ന് നമുക്ക് ദൈവത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു വീടില്ലാത്തൊരു കുറവ് നല്ലപോലെ ഉണ്ട്. 36 വർഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ശ്രമിച്ചാലും നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതങ്ങനെ വിട്ടോളാം, നമുക്ക് എല്ലാവരും വാടകയ്ക്ക് താമസിക്കുന്നതൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ഭാഗ്യന്മാരാണല്ലേ, വാടക വിടാന്നുള്ള ഒരു ഇതുള്ളൂ. എന്തോരം കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം, ആ ചപ്പാത്തിയും പച്ചമുളകും കൂടെ കടിച്ചു കഴിക്കണം കണ്ടിട്ട് ഒരുപാട് വിഷമം. അപ്പൊ അത് ഇന്നത്തെ തെരണ്ടിക്കറിയും നല്ല രസമുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് വെച്ച തെരണ്ടിക്കറിയാണ്. ഈ തെരണ്ടിക്കറി വെക്കി വറുത്തരച്ച വെച്ചാ, അപ്പൊ നമ്മൾ ഇത്തിരി പുളി കൂടുതലിട്ട് വെക്കണം. പിറ്റൂസ് ആ കറി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, കമന്റ്, ബൈ ബൈ.